കഴിഞ്ഞ ഒന്നോ രണ്ടോ ദശകങ്ങൾക്കിടയിൽ കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ സ്ത്രീ കൂട്ടായ്മയും സ്ത്രീ മുന്നേറ്റവും സ്ത്രീകളുടെ സമരവുമായിരുന്നു ആശാ വർക്കർമാർ കേരളത്തിൽ കാഴ്ചവെച്ചത്. മൂന്നാറിലെ പെമ്പിളൈ ഒരുമയുടെ സമരം കഴിഞ്ഞാൽ ഒരുപക്ഷെ ഏറ്റവും വലിയ സമരത്തിന്റെ കാഹളമായിരുന്നു തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിലും 100 ദിവസത്തോളം സെക്രട്ടേറിയറ്റ് നടയിലും കേരളമാകെ അവർ വലിയ ബഹളമുണ്ടാക്കി. പക്ഷേ അവരെ ആ ബഹളത്തെ ഒന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ വീണ്ടും നക്കാപ്പിച്ച കൊടുത്ത് പറ്റിക്കുന്ന പരിപാടിയിലേക്ക് ഗവൺമെന്റ് വന്നിട്ടുണ്ട്. നേരത്തെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് 1000 രൂപ കൂട്ടി. ഇപ്പോൾ ഇതാ വീണ്ടും ഒരു സമഗ്രമായ പാക്കേജ് പ്രഖ്യാപിക്കുന്നതിന് പകരം 1000 രൂപ കൂട്ടിയിരിക്കുന്നു. എന്താണ് പിച്ചക്കാശ് കൊടുക്കുന്ന പരിപാടിയാണോ? പ്രധാനപ്പെട്ട ധനകാര്യമന്ത്രിയോട് ചോദിക്കാനുള്ള. നിങ്ങൾ 1000 രൂപ കൂട്ടിക്കൊടുത്തിരിക്കുന്നു. 14,500 കോടി രൂപ ക്ഷേമ പെൻഷൻ എന്ന് പറഞ്ഞ് മാറ്റിവെച്ചു. 1000 രൂപ ആശാ വർക്കേഴ്സിനും 1000 രൂപ അങ്കണവാടിക്കാർക്കും കൊടുക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി മാത്രം 3820 കോടി രൂപയും നിങ്ങൾ മാറ്റിവെച്ചിരിക്കുന്നു. 500 രൂപയാണ് വർക്കർമാർക്ക് കൊടുക്കുന്നത്. 1000 രൂപ കൊടുക്കുമ്പോൾ 500 രൂപയാണ് കൊടുക്കുന്നത്. പ്രീ പ്രൈമറി ആളുകൾക്കും ചെറിയ വളരെ നാമമാത്രമായ തുക കൂട്ടിക്കൊടുക്കുന്നു. സാക്ഷരതാ പ്രേരകമാർക്കും 1000 രൂപ കൂട്ടിക്കൊടുക്കുന്നു. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? 3720 കോടി രൂപയുടെ മുഖ്യ സുരക്ഷാ പദ്ധതിക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. 35-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ഉറപ്പുവരുത്തുന്ന പദ്ധതിയാണ് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി. മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളിലൊന്നും ഗുണഭോക്താവാത്തവർക്ക് ഈ തുക ലഭിക്കും. കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ ഇപ്പോൾ മറ്റേ ഇലക്ഷൻ റിസൾട്ട് പോലെയാണ്. പുതിയത് വന്നിട്ടില്ല, ഇനിയും പലതും വരാനുണ്ട്. ശമ്പള പരിഷ്കരണം കൂട്ടുമോ, DA കൂട്ടുമോ, കൊടുക്കുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. പക്ഷേ വരാനുള്ളപ്പോൾ തന്നെ തുടക്കം വളരെ നിരാശാജനകമായി പോയി. ബാലഗോപാൽ സാറേ, നിങ്ങൾ 1000 രൂപ കൂട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞാൽ വീണ്ടും പിച്ചക്കാശ് കൂട്ടിക്കൊടുക്കുന്ന പരിപാടിയായിപ്പോയി ഇത്. ആശാ വർക്കേഴ്സിന് ആവട്ടെ, അവർക്കൊരു പാക്കേജ് എന്തുകൊണ്ട് നിങ്ങൾ പ്രഖ്യാപിക്കുന്നില്ല? നിങ്ങളൊരു കമ്മീഷനെ വെച്ചില്ലായിരുന്നോ? 2 മാസം കൊണ്ട് പഠിക്കാൻ ഒരു കമ്മീഷനെ വെച്ചില്ലായിരുന്നോ? എന്ത് പഠിച്ചു ആ കമ്മീഷൻ? അതുപോലെ അങ്കണവാടിക്കാരുടെ INTC-യുടെ അങ്കണവാടിക്കാർ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ നിങ്ങൾ 2 മാസത്തിനകത്ത് പഠിച്ചുകൊണ്ട് റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന പറഞ്ഞ് അങ്കണവാടിക്കൊരു റിപ്പോർട്ട് നിങ്ങൾ അവതരിപ്പിക്കാനായിട്ടൊരു സംവിധാനം വെച്ചായിരുന്നു, ഒരു കമ്മിറ്റി വെച്ചായിരുന്നു. ഹരിത S. കുമാർ IAS-നെ വെച്ചുകൊണ്ട് ഒരു കമ്മിറ്റി വെച്ചായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഹരിതയുടെ റിപ്പോർട്ട് എവിടെ? അതുപോലെ ആശാ വർക്കേഴ്സിന്റെ റിപ്പോർട്ട് എവിടെ? ഈ റിപ്പോർട്ടുകളെയോ വച്ചുകൊണ്ടൊരു സമഗ്രമായ പാക്കേജ് കൊടുക്കുന്നതിന് പകരം വീണ്ടും സ്ത്രീകളെ നിങ്ങൾ വഞ്ചിച്ചിരിക്കുകയാണ്, ഒരിക്കൽ കൂടി വഞ്ചിച്ചിരിക്കുകയാണ്. നേരത്തെ പറ്റിച്ചു. നേരത്തെ 1000 രൂപ ഇതുപോലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പേ 1000 രൂപ കൊടുത്ത് പറ്റിച്ചു. ഇപ്പോഴിതാ വീണ്ടും അടുത്ത ലെവലിൽ അവരെ പറ്റിച്ചിരിക്കുകയാണ്. ഓരോ ലെവലിലും ഈ നക്കാപ്പിച്ച കൊടുക്കുന്ന പരിപാടി മതിയാക്കേണ്ട കാലം കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മുടെ ബാലഗോപാലിനോട് പറയാനുള്ളത്. നിങ്ങൾ എന്ത് മനസ്സിലാക്കിയിട്ടാണ് കേരളത്തിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് രസകരമായ കാര്യം. വളരെ രസകരമാണ് ഈ കാര്യങ്ങൾ ആലോചിച്ചാൽ. കേരളത്തിലെ ജനങ്ങളെ ഒരുതരം പറ്റിക്കുന്ന പരിപാടിയാണ് ഇപ്പോൾ ഈ ബാലഗോപാൽ കൊണ്ടുവന്നിരിക്കുന്ന ബഡ്ജറ്റിലൂടെ. വീണ്ടും ഒരിക്കൽ കൂടി ജനങ്ങളെ പറ്റിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് വേണ്ടിയിരുന്നില്ല. പക്ഷേ 1000 രൂപയാണ് അവർക്ക് കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേവലം 1000 രൂപ കൊടുക്കുന്ന ഒരു പദ്ധതിയായി ഇത് അവതരിപ്പിച്ചിട്ടുണ്ട്. അതേസമയം മറ്റ് പദ്ധതികൾ ഇനിയും വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇതാണ് ട്രെൻഡെങ്കിൽ ഒരു വളരെ നാമമാത്രമായ ചില മേമ്പൊടി പരിഷ്കാരങ്ങൾ മാത്രം നടപ്പിലാക്കി പോകുന്നൊരു ബഡ്ജറ്റായിട്ട് ഇത് മാറും. ഇതിനാണോ താങ്കൾ ഇന്നലെ പറഞ്ഞത് ജനക്ഷേമ ബഡ്ജറ്റായിരിക്കും, എല്ലാവർക്കും സന്തോഷിക്കാനുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ വളരെ സമഗ്രമായി പദ്ധതികളെ കാണാനും, എന്നിട്ട് താങ്കൾ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ഇതെല്ലാം തുടർഭരണം വന്നാലാണ് ഇതിന്റെ ഒരു ഫുൾ ഫ്ലെഡ്ജിൽ കിട്ടുക എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം ഇതിപ്പോ ഏത് മാസത്തിൽ കൊടുക്കൂലേ? ഇതൊക്കെ ഇങ്ങനെ പ്രഖ്യാപിച്ചിട്ട് ഫെബ്രുവരി ഇപ്പോൾ പ്രഖ്യാപിച്ച് 10 ദിവസം കഴിയുമ്പോൾ ഇലക്ഷൻ വരും. അപ്പൊ അതിനു മുമ്പ് ഇലക്ഷൻ പ്രഖ്യാപനം വരും. അപ്പൊ അതിനു മുമ്പ് ഇതൊന്നും കൊടുക്കണ്ട, ഇതൊക്കെ അങ്ങോട്ട് പ്രഖ്യാപിച്ച് പോയാൽ മതിയോ എന്നുള്ളതാണോ താങ്കളുടെ ലക്ഷ്യമെന്നുള്ള ഒരു നിഗൂഢ അജണ്ട കൂടി ഇതിനകത്തുണ്ട്. കാര്യം താങ്കളുടെ ഒരു പ്രസ്താവനയായി ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതൊക്കെ തുടർ ഭരണത്തിനെ ആശ്രയിച്ചു കൂടിയാണ് ഇരിക്കുന്നത് എന്നുള്ള ഒരു കാര്യം പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യത്തിൽ ഈ പറഞ്ഞ പോലെ ക്ഷേമ പെൻഷനായാലും മറ്റുള്ള പെൻഷനുകളുടെ കാര്യങ്ങളിലായാലും ഒക്കെ തുടക്കം എന്ന് പറയുന്നത് വളരെ വളരെ നിരാശാജനകമായ ഒരു തുടക്കമാണ് ബഡ്ജറ്റിൽ ഇപ്പോൾ കേൾക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും VS-ന് സെന്റർ വരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചു, വഴിയെ പോണ എല്ലാവർക്കും VS-ന് സെന്റർ കൊടുക്കണം, പക്ഷെ മറ്റുള്ള ആളുകൾക്ക് ഒരുപാട് പേർക്ക് സെന്ററൊക്കെ വരും എന്ന് പറഞ്ഞു. അത് തന്നെയൊക്കെയാണ് ബഡ്ജറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരത്തും ഇത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ ആളുകൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കും. തിരുവനന്തപുരത്ത് VS അച്യുതാനന്ദന്റെ ഓർമ്മയ്ക്കായി VS അച്യുതാനന്ദൻ സെന്റർ ആരംഭിക്കാനായി 20 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്.
അപ്പോൾ അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളതല്ലാതെ വളരെ ഗൗരവതരമായ ഒരു ബഡ്ജറ്റ് അല്ലെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു ബഡ്ജറ്റ് വരുന്നില്ല എന്നുള്ളത് ഒരു 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 എന്താ പറയുക, സാധാരണ ഒരു ഗിമ്മിക് പരിപാടിയാണ്. ഈ ബഡ്ജറ്റ് അവതരണം എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിന്റെ സമഗ്രമായിട്ടുള്ള വികസനമാണ് നമ്മൾ കാണേണ്ടത്. അങ്ങനെ സമഗ്രമായ ഒരു വികസനത്തിലേക്കല്ല ബഡ്ജറ്റ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അംഗനവാടിക്കാർക്ക് 1000-500 രൂപയൊക്കെ കൂട്ടിക്കൊടുക്കുന്ന ഒരു പാക്കേജിൽ പോലെ കാര്യങ്ങൾ ചെയ്യാത്ത കുറെ കേന്ദ്രത്തിനെ കുറെ വിമർശിക്കും, കേന്ദ്രത്തിന് കുറെ ബഹളം ഉണ്ടാക്കും, എന്നിട്ട് ഇങ്ങനെ കൂട്ടിക്കൊടുക്കും. പക്ഷെ തത്വത്തിൽ ഒരു 3000 രൂപ നേരത്തെ അംഗനവാടിക്ക് 1000 രൂപ കൂട്ടിക്കൊടുത്തു, കേന്ദ്ര ഗവൺമെന്റ് 1000 രൂപ കൂട്ടി, ഇപ്പോൾ 1000 രൂപ കൂട്ടി, തത്വത്തിൽ ഒരു 3000 രൂപ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ വിവിധ വകുപ്പുകളെ, വ്യവസായ വകുപ്പിനെ അങ്ങനെ ചെയ്യും, തൊഴിൽ വകുപ്പിനെ ഇങ്ങനെ എന്നൊക്കെ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഈ ഞാൻ സൂചിപ്പിച്ചതുപോലെ തുടക്കം എന്ന് പറയുന്നത് ഒരു സുഖമുള്ള കാര്യമല്ല. സ്കൂൾ പാചക തൊഴിലാളികൾക്ക് ദിവസം 25 രൂപ കൂട്ടിയിട്ടുണ്ട് ഒരു ദിവസം. അപ്പോൾ ഒരു ദിവസം 25 രൂപ കൂട്ടിയെന്ന് പറയുമ്പോൾ 10 ദിവസം കൊണ്ട് 750 രൂപയുടെ ഒരു കൂട്ടൽ അവർക്ക് പാചക തൊഴിലാളികൾക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ പിന്നെ ക്രഷ് തൊഴിലാളികൾ, നമ്മൾ ഇന്നലെ കറക്റ്റായിട്ട് സുഭാഷിതം ചാനൽ വളരെ കൃത്യമായിട്ട് ഇത് പറഞ്ഞു, എല്ലാവർക്കും നക്കാപ്പിച്ച കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ ചെറിയ ആശ്വാസങ്ങൾ കൊടുക്കും. അത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. 1000 രൂപയിൽ പിടിച്ചുള്ളൊരു അതിനപ്പുറം ഒരു ചിന്ത ഇവർക്കില്ല. പിന്നെ ഇപ്പോഴും ഒരു തമാശ എന്തറിയാവോ, വളരെ രസകരമാണ്. ഇവരുടെ മാനിഫെസ്റ്റോ എടുത്ത് വായിക്കണം. ഈ ഇലക്ഷനിൽ എല്ലാവരും ഈ മാനിഫെസ്റ്റോ എടുത്ത് വായിക്കണം. വോട്ട് ചെയ്യാൻ വരുമ്പോഴും എല്ലാവരും വായിക്കണം. മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട് സ്കീം തൊഴിലാളികൾക്ക് 700 രൂപ കണക്കാക്കി 21,000 രൂപ കൊടുക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ ആശാ വർക്കേഴ്സിന് 21,000 രൂപ കൊടുത്തോ, അംഗനവാടിക്കാർക്ക് 21,000 രൂപ കൊടുത്തോ, അതുപോലെ തന്നെ പിന്നെ പാചക തൊഴിലാളികൾക്ക് 21,000 രൂപ കൊടുക്കുന്നുണ്ടോ? ഓരോ വിഭാഗം തൊഴിലാളികൾക്കും 21,000 രൂപ കൊടുക്കുമെന്ന് ബഡ്ജറ്റിൽ മാനിഫെസ്റ്റോയിൽ പറയുകയും 5ാം വർഷം ഇറങ്ങുമ്പോഴും ഈ 1000 രൂപ കളിയുമുള്ള നക്കാപ്പിച്ച കളിയല്ലാതെ സമഗ്രമായി ഈ പറഞ്ഞ കാര്യം ചെയ്യുമോ? എന്നിട്ടാണ് പറയുന്നത് ഞങ്ങൾക്ക് തുടർഭരണം തരൂ, ഞങ്ങൾ വീണ്ടും പറയാം, എന്നിട്ട് ഞങ്ങൾ ചെയ്യാതിരിക്കാം. ഇതാണ് കാഴ്ചപ്പാട്. ഈ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? ഇത് വളരെ കൃത്യമായി കേരള സമൂഹം ചർച്ചയാണ്. അല്ലാതെ ഇതിനകത്ത് ഇടതുപക്ഷമാണോ വലതുപക്ഷമാണോ BJP ആണോ എന്നൊന്നും നമ്മുടെ ചാനലിനെ സംബന്ധിച്ച് ചർച്ചയുടെ വിഷയമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രകടന പത്രികയിൽ 21,000 രൂപ സ്കീം തൊഴിലാളികൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 5ാം വർഷത്തെ ബഡ്ജറ്റിൽ വരുമ്പോഴും അത് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് പ്രകടന പത്രികയിൽ ഈ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പാവപ്പെട്ട സ്ത്രീകളെ, പ്രത്യേകിച്ച് സ്ത്രീകളാണ് കൂടുതലും, അംഗനവാടി ആശാ വർക്കേഴ്സ് സ്ത്രീകളാണ്, ഈ സ്ത്രീകളെ, തൊഴിലുറപ്പ് എല്ലാ സ്ത്രീകളാണ് കൂടുതൽ, സ്ത്രീകളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ബഡ്ജറ്റാണിത്. അതുകൊണ്ട് തന്നെ ഇത് ഗൗരവമായി കേരള സമൂഹം ചർച്ച ചെയ്യണം, ധനകാര്യ വിദഗ്ധർ ചർച്ച ചെയ്യണം, സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ഓഫീസേഴ്സ് ചർച്ച ചെയ്യണം. എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്ന ബഡ്ജറ്റുകൾ നമ്മൾ കൊണ്ടുവരുന്നത്?